ഹലോ എവരിവൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെ, നമ്മുടെ എക്സാം ടൈം ആണ്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ടെന്നും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിവേ, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബേസിക് സയൻസിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുമായിട്ടാണ്. നമ്മുടെ ബേസിക് സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഇതാ ഈ കാണുന്ന കുറേ സസ്യങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സസ്യങ്ങളെല്ലാം മറ്റ് സസ്യങ്ങളെ ആശ്രയിച്ച് വളരുന്നവയാണ്. All the plants shown in figure grow depending on other plants. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇവയിൽ അർദ്ധപരാതം, പൂർണ്ണപരാതം, എപ്പിഫൈറ്റ് എന്നിവ ഏതെല്ലാമാണെന്ന് കണ്ടെത്തി സസ്യങ്ങളുടെ പേരെഴുതുക. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ പ്ലാന്റ്സ് വിച്ച് among these are സെമി പാരസൈറ്റ്സ്, ടോട്ടൽ പാരസൈറ്റ് ആൻഡ് എപ്പിഫൈറ്റ്. അപ്പോൾ എന്താണ് അർദ്ധപരാതം അല്ലെങ്കിൽ നമ്മുടെ സെമി പാരസൈറ്റ്സ്? എന്താണ് പൂർണ്ണപരാതം അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റ്സ്? എന്താണ് എപ്പിഫൈറ്റ്? അതായത് ഈ പറയുന്ന എപ്പിഫൈറ്റിന് ഉദാഹരണം ഈ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ഏതാണ് എന്നൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യാൻ ദ ഗ്രോത്ത് ഓഫ് എപ്പിഫൈറ്റ്സ് ഹാം ദ ഹോസ്റ്റ് പ്ലാന്റ്സ്? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് എ റൂട്ട് ഓഫ് എപ്പിഫൈറ്റ്സ്? എപ്പിഫൈറ്റുകൾ വളരുന്നത് കൊണ്ട് ആതിഥേയ സസ്യങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടാവുമോ? അപ്പം ഈ പറയുന്ന സസ്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഏതാണ്? യെസ്, ഇതാണ് നമ്മുടെ മൂടില്ലാത്താളി, അതായത് കസ്കുട്ട എന്ന് പറയും. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇവ കംപ്ലീറ്റ് ആയിട്ട് ഏത് സസ്യത്തിലാണോ വളരുന്നത് അവിടെ നിന്നും പോഷകഘടകങ്ങൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അവരുണ്ടാക്കുന്ന ഭക്ഷണവും അവർ വലിച്ചെടുക്കുന്നുണ്ട്. സോ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും ടോട്ടൽ പാരസൈറ്റ്സ് ആണ്. ഇനി അടുത്തതാണ് നമ്മുടെ മരവാഴ, അതായത് വാണ്ട എന്ന് പറയും. ഇവയുടെ പ്രത്യേകത എന്താണ്? ഇവ ജസ്റ്റ് ആ ഒരു ഷെൽട്ടറിന് വേണ്ടി മാത്രമാണ് അവർ അവർ ഏത് സസ്യത്തിലാണോ ഉള്ളത് ആ സസ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവ എപ്പിഫൈറ്റ്സ് ആണ്. ഇനി അടുത്തതാണ് നമ്മുടെ ഇത്തിൽ കണ്ണി അല്ലെങ്കിൽ ലൊറാന്തസ് എന്ന് പറയുന്നത്. ഇത്തിൽ കണ്ണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഷെൽട്ടറിന് വേണ്ടിയാണ് ആശ്രയിക്കുന്നത്. പക്ഷെ അത് കൂടാതെ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരെവിടെയാണോ വസിക്കുന്നത് ആ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുത്തിട്ട് ഇവർ സ്വന്തമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് സെമി പാരസൈറ്റ്സ് ആണ്. അപ്പോൾ വ്യത്യാസം നോക്കുക. ഈ ഒന്നാമത്തെ ചിത്രത്തിൽ ഈ മൂടില്ലാത്താളി എന്ന് പറയുന്ന അല്ലെങ്കിൽ കസ്കുട്ട എന്ന് പറയുന്ന ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഷെൽട്ടറിനും ആശ്രയിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവരെവിടെയാണോ വളരുന്നത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുന്നുണ്ട്. കാരണം എന്താണ്? അവർ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇവർ വലിച്ചെടുക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ, അതായത് എപ്പിഫൈറ്റ്സ് ആണെങ്കിൽ ജസ്റ്റ് ഷെൽട്ടറിന് വേണ്ടി മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ഈ പറയുന്ന സെമി പാരസൈറ്റ്സ് ആണെങ്കിൽ ഷെൽട്ടറുണ്ട്, അതുപോലെ തന്നെ ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ആഹാരം കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കുന്നില്ല. ഈ പറയുന്ന ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്ത് ഇവർ സ്വന്തമായിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന 3 കാര്യങ്ങൾ ഏതാണ് എന്ന് ഒന്നും കൂടി ഒന്ന് നോക്കാം. വാസസ്ഥലത്തിന് മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നതാണ് എപ്പിഫൈറ്റ്സ് എന്ന് പറയുന്നത്. ദ പ്ലാന്റ്സ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ഹോസ്റ്റ് പ്ലാന്റ്സ് ഓൺലി ഫോർ ഹാബിറ്ററ്റ്, സച്ച് പ്ലാന്റ്സ് ആർ കോൾഡ് എപ്പിഫൈറ്റ്. ആതിഥേയ സസ്യത്തിൽ നിന്നും ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്നതാണ് അർദ്ധപരാതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. പ്ലാന്റ്സ് മേക്ക് ദെയർ ഫുഡ് ഓൺ by absorbing water and minerals from the host plants are called semi-parasites. ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് വിളിക്കുന്നു. പ്ലാന്റ്സ് വിച്ച് ഹാവ് റൂട്ട്സ് ദാറ്റ് ക്യാൻ അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദി ഹോസ്റ്റ് പ്ലാന്റ്സ് ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്സ്. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഏതാണ് ടോട്ടൽ പാരസൈറ്റ്സ്, ഏതാണ് സെമി പാരസൈറ്റ്സ്, ഏതാണ് എപ്പിഫൈറ്റ്സ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ എപ്പിഫൈറ്റ്സ് ഉള്ളത് ആ ഒരു ചെടിക്ക് ദോഷമാണോ അല്ലയോ എന്നായിരുന്നു. ദോഷമല്ല അല്ലേ? കാരണം എന്താണ്? അവരത് ജസ്റ്റ് ഷെൽട്ടറിന് വേണ്ടി മാത്രമാണ് അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ദോഷമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തൂ. ഒബ്സർവ് ദി സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഒന്നാമത്തെ എന്താണ്? അരളിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് ആന്തോസയാനിൻ. Anthocyanin is a pigment which give yellow color to yellow medium flower. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്നതാണ് സാന്തോഫിൽ. സാന്തോഫിൽ is a pigment which give orange color to carrot. ചുവന്ന റോസാപ്പൂവിന് ചുവപ്പ് നിറം നൽകുന്നതാണ് ആന്തോസയാനിൻ. മഞ്ഞ ജമന്തിപ്പൂവിന് മഞ്ഞ നിറം നൽകുന്നതാണ് സാന്തോഫിൽ. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് ചൂസ് ചെയ്യണം. അതായത് 1ഉം 2ഉം ആണോ കറക്റ്റ്, 2ഉം 3ഉം ആണോ കറക്റ്റ്, 3ഉം 4ഉം ആണോ കറക്റ്റ്, അല്ലെങ്കിൽ 1ഉം 4ഉം ആണോ കറക്റ്റ്. അപ്പോൾ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ യൂസ് ചെയ്യാം. അതായത് റെഡ് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് എന്ന് പറയുന്നത് ആന്തോസയാനിനാണ്. അതേപോലെ ഓറഞ്ച് കളറിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് എന്ന് പറയുന്നത് കരോട്ടിനാണ്.
ഇനി യെല്ലോ കളറിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് എന്ന് പറയുന്നത് സാന്തോഫിലാണ്. ഗ്രീൻ എന്ന് പറയുന്നത് ക്ലോറോഫിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കൃത്യമായിട്ട് ഉത്തരം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. യെസ്, നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇതാ നമ്മുടെ ഓപ്ഷൻ 3യും ഓപ്ഷൻ 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. കാരണം ചുവപ്പ് റോസാപ്പൂവിന് ചുവപ്പ് നിറം നൽകുന്നതാണ് ആന്തോസയാനിൻ. റെഡ് കളറിന് കാരണം ആന്തോസയാനിനാണ്. മഞ്ഞ കളറിന് കാരണം ഏതാണ്? സാന്തോഫിനാണ്. അതേസമയം മഞ്ഞ നിറത്തിന് കാരണം ആന്തോസയാനിനാണ് എന്ന് പറഞ്ഞത് ഇവിടെ തെറ്റാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ 3യും ഓപ്ഷൻ 4ഉമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇത് യെസ്, നമ്മുടെ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ്. ഓക്കെ, 3 and 4 ആർ കറക്റ്റ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പറയുന്ന ഓപ്ഷൻസ് ഒന്ന് ചൂസ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അങ്ങോട്ടേക്കും ഇതേപോലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ ലൈവ് ക്ലാസ്സുകളും എല്ലാ വീഡിയോസുകളും ഒക്കെ എന്താണ്? നമ്മുടെ എക്സാം ഈസി ആക്കുന്നതിന് വേണ്ടിയാണ് അല്ലേ? അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ 5ാം ക്ലാസ്സിൻ്റെ നമ്മുടെ പൃഥ്വി ബാച്ചിലിപ്പിട ഓണം ഓഫർ ഉണ്ട്. 10% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം കൂടി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് സൈലത്തിനോടൊപ്പം തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.